27/10/2018 മുതൽ 25/2/2019 വരെ ACP ധനരാജാണ് ടി കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. കൃത്യസ്ഥലം അഹസർ തയ്യാറാക്കവേ സ്ഥലത്തു നിന്ന് കണ്ട PK ഷിബുവിന്റെ ആദരാഞ്ജലികൾ ഇത് സൂചന മാത്രമെന്ന് കയ്യെഴുത്തോടു കൂടിയ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ റീത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ദോബസ്തിലെടുക്കുകയും അന്നേ ദിവസം തന്നെ KPF 151A ഫോറത്തിൽ ചേർത്ത് കോടതിക്ക് അയക്കുകയും ബഹുമാനപ്പെട്ട കോടതി T-325/18 നമ്പറായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് 10 കൊണ്ട് വ്യക്തമാണ്. എന്നാൽ ടി നമ്പർ ഇട്ട ശേഷം കോടതി ആയത് സൂക്ഷിക്കുന്നതിന് തിരിച്ചേൽപ്പിക്കും. സ്വാഭാവികമാണ്, എല്ലാം കൂടെ കോടതിയിൽ വെക്കാൻ കഴിയില്ല. ചില ഇതുപോലത്തുള്ള തെളിവിലേക്കുള്ള മുതലുകൾ പോലീസിന് തന്നെ അക്നോളജ്മെന്റ് കൊടുത്തുകൊണ്ട് തിരിച്ചേൽപ്പിക്കും. അങ്ങനെ കോടതിയിൽ കൊടുത്ത ഈ റീത്ത് കോടതി തിരിച്ച് പോലീസിന്റെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കോടതി ആദ്യം സൂചിപ്പിച്ച് തിരിച്ചേൽപ്പിച്ചിട്ടുമുണ്ട്. എക്സിബിറ്റ് 4 കൊണ്ട് ഇക്കാര്യം വ്യക്തമാണ്. തിരിച്ചേൽപ്പിച്ച കൈയെഴുത്തടങ്ങിയ റീത്ത് കോടതി ഡ്യൂട്ടി ചെയ്തു വന്നിരുന്ന SI G ഷിൻ ആൻഡ് ബിജു RJ കോടതിയിൽ നിന്നും വാങ്ങി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നും എക്സിബിറ്റ് 1, 2, 3 പറയുന്നു. അങ്ങനെ വന്ന് പിന്നെ പറയുന്നത്, എന്നാൽ റീത്തും അതിന്മേലുള്ള വെള്ള പേപ്പറിൽ എഴുതിയ ഭീഷണി കൈയെഴുത്തും ഇപ്പോൾ സ്റ്റേഷനിലില്ല. കാരണം ആ കൈയെഴുത്ത്, ആ റീത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷിബുവിന്റെ ആദരാഞ്ജലികൾ എന്ന് അവർ എഴുതിയിട്ടുള്ള അത് കിട്ടിയിരുന്നെങ്കിൽ പോലീസിന് ഈ പ്രതികളുടെ കൈയെഴുത്ത് പരിശോധിക്കായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ അവിടെ എത്തുമ്പോഴേക്ക് എന്തായി, ഈ കൈയെഴുത്തിന്റെ ആ പേപ്പർ കോടതി പോലീസിനെ ഏൽപ്പിച്ചത് ഈ പറഞ്ഞ ടീം പൊക്കേണ്ട രീതിയിൽ പൊക്കി. ഉണ്ടായിരുന്ന കൈയക്ഷരം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അതാ പറയുന്നത്. എന്നാൽ റീത്ത് അതിന്മേലുള്ള വെള്ള പേപ്പറിൽ എഴുതിയ ഭീഷണി കൈയെഴുത്ത് ഇപ്പോൾ സ്റ്റേഷനിൽ ഇല്ല. എക്സിബിറ്റ് 12 കൊണ്ട് വ്യക്തമാണ്. റീത്തിലുണ്ടായിരുന്ന കൈയക്ഷരം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താമായിരുന്നു. എന്നാൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലമാണ് തൊണ്ടി മുതലായ റീത്തും കൈയക്ഷരങ്ങളും നഷ്ടപ്പെട്ടത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ്. പിന്നെ ആശ്രമം കത്തിക്കുന്നതിന് മുന്നോടിയായി 21-ാം തീയതി RSS ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. തലേ ദിവസം RSS മാർച്ച് നടത്തുന്നുണ്ട്. ഈ സമയത്തും ഭീഷണിപ്പെടുത്തും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ആവലാതിക്കാരനെതിരെ ആശ്രമത്തിനെതിരെയും വിളിച്ചിരുന്നു. കൃഷ്ണകുമാർ, ശബരി, ഗിരീഷ് കുമാർ, പ്രകാശ് എന്നിവർ ഉൾപ്പെടെയാണ് ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയതെന്ന് വ്യക്തമായിട്ടും കണ്ടോൺമെന്റ് ഭാഗത്തു നിന്നുള്ള RSS പ്രവർത്തകരായ പ്രകാശിന്റെയും കൃഷ്ണകുമാറിന്റെയും CDR അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചില്ല. ഇന്ന ആളുകളാണ് ഈ സമരത്തിന് മുന്നിലുണ്ടായിരുന്നത്, അവരെ എനിക്ക് സംശയമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സ്വാമി പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ CDR പരിശോധിച്ചിട്ടില്ല. വേറെ CDR പരിശോധിക്കുന്നുണ്ട്, അതിലേക്കാണ് വരുന്നത്. ഒരാവശ്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ CDR പരിശോധിച്ചിട്ടുണ്ട്. ഈ അക്രമം ചെയ്തവർ ഇന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞ് സ്വാമി പറഞ്ഞ ആളുകളുടെ CDR പരിശോധിച്ചിട്ടില്ല. 1-ാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ശേഖരിച്ചിട്ടില്ല. മേൽ പറഞ്ഞവരുടെയും സംഭവ സ്ഥലത്തിന് സമീപം താമസിച്ച RSS BJP പ്രവർത്തകരുടെയും CDR ശേഖരിക്കാതിരുന്നതിനാൽ നിലവിലെ അന്വേഷണത്തെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ള RSS ഒരാളെയും CD പരിശോധിച്ചിട്ടില്ല, CDR. ഈ കേസിലെ 1-ാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ആശ്രമം കത്തിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആശ്രമത്തിൽ സംഘം ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വിവരം സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമായിട്ടും പ്രകാശിന്റെ CDR-ഉം ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. എക്സിബിറ്റ് 6-ലായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ പ്രകാരം ഈ കേസിലെ A3 ആയി അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരി S. നായരെ ആദ്യമേ തന്നെ ഈ കേസിൽ സംശയിക്കുകയും ടിയാന്റെ CDR ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ഏജൻസിയാണ് ചെയ്തത്. എക്സിബിറ്റ് 6-ന്റെ 2-ാം പേജിൽ S1 നമ്പർ 244 ശബരിയുടെ മൊബൈൽ നമ്പറുകളാണ്. നമ്പറുകളിൽ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമം കത്തിയ സമയം ആക്റ്റീവായിരുന്നത് എന്നും ശബരി വേറെ ചിലരെയൊക്കെ കോണ്ടാക്ട് ചെയ്തതും CDR-ൽ നിന്നും വ്യക്തമാണ്. ഈ പ്രകാശിന്റെ CDR പരിശോധിക്കുന്നത് ഈ പറയുന്ന DYSP ആണ്. അത് പരിശോധിക്കുമ്പോൾ രാത്രി 2:30 ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന പ്രകാശ് ഈ ആശ്രമത്തിന്റെ പരിസരത്തുണ്ട്. ആ സമയത്ത് അദ്ദേഹം പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം അന്വേഷിച്ചവർ
പ്രകാശിനെ ചോദ്യം ചെയ്യാനോ ഈ രീതിയിൽ അന്വേഷണം നടത്താനോ തയ്യാറായിട്ടില്ല. അതാണ് DYSP ചൂണ്ടിക്കാണിക്കുന്നത്. കിട്ടിയിട്ടുണ്ട്. അതായത് ക്രോസ് വെരിഫൈ ചെയ്തതിൽ 10 നമ്പറും ശബരിയുടെ മെയിൻ മൊബൈൽ നമ്പറുകൾ, T നമ്പറുകൾ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമത്തിന് ആക്റ്റീവായിരുന്നതും ശബരി വേറെ ചിലരെയൊക്കെ കോൺടാക്ട് ചെയ്തതും CDR-ൽ കാണുന്നു. ഇപ്രകാരം വ്യക്തമായുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടും ആയത് ക്രോസ് വെരിഫൈ ചെയ്യാതിരുന്നത് ആയിരുന്നു ACPയുടെയും T കേസിൻ്റെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഷാഡോ ടീം അംഗങ്ങളുടെയും വീഴ്ചയാണ്. ഈ കേസ് തീയതി ACP ശബരിമല S. നായരെ 3/11/2011 തീയതി ACP ശബരി S. നായരെ ചോദ്യം ചെയ്തെങ്കിൽ ഈ ശബരി നായർ ചോദ്യം ചെയ്തിട്ടുണ്ട് പേരിന്. ഗൗരവമായ സമീപനം ടിയാൻ്റെ CDR വെച്ച് ക്രോസ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല. അത് ചെയ്തിട്ടില്ല. കാരണം കാണിച്ചാൽ തെളിയും. എന്താ വേണ്ടത്? ഇത് സ്വാമി എന്നെ കത്തിച്ചു, അതിൻ്റെ പിന്നിൽ CPM-മാരാണ്, സ്വാമിക്ക് പേരെടുക്കാനാണ്. അതുകൊണ്ട് ഈ ശബരിയുടെ CDR അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ല എന്നാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.